സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. നമസ്കാരം. ജനഗണമനയുടെ രസം പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് VK വിജയൻ എന്നൊരു വ്യക്തിയെ പറ്റിയാണ്. ആ വ്യക്തിയെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ അദ്ദേഹം സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സംഗീത രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മുക്കട സ്വദേശിയാണ്. ഇപ്പോൾ ചേനപ്പാടിയിലാണ് താമസിക്കുന്നത്. എരുമേലി ചേനപ്പാടിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനസബരിയിലൂടെ ഒരു സഞ്ചാരമാണ് നമ്മൾ നടത്തുന്നത്. ശ്രീ വിജയൻ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ചേനപ്പാടി അല്ലേ? അതെ, ചേനപ്പാടിയാണ്. നേരത്തെ എവിടെയായിരുന്നു താമസം? നേരത്തെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ വിഴുക്കിത്തോട് എന്ന് പറഞ്ഞ സ്ഥലം, ചേനപ്പാടിക്ക് അടുത്ത വിഴുക്കിത്തോട് സ്ഥലത്താണ്. ഇപ്പോൾ ചേനപ്പാടിലാണ് താമസം. ഇപ്പോൾ ചേനപ്പാടിലാണ് താമസം. ഈ ഗാനസബരി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഗാനസബരി തുടങ്ങിയിട്ട് എൻ്റെ അച്ഛനൊരു ഭാഗവതരായിരുന്നു. ചെറുപ്പം തൊട്ട് അച്ഛൻ പാട്ടുകൾ പാടുകയും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടും കേട്ടും ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു സംഗീതത്തിലോട്ടൊരു അഭിരുചി എനിക്കുണ്ടായി. അങ്ങനെ വന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സംഗീതത്തിൽ എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന KPSC രവി സാറാണ് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകൻ, മ്യൂസിക് ടീച്ചർ. സംഗീതം പഠിച്ചത് തിരുവനന്തപുരം ശ്രീ സ്വാതിനാൾ സംഗീത കോളേജിലാണ് പഠിച്ചത്. അതിനു മുമ്പ് രവി സാറാണ് പ്രചോദനം. എൻ്റെ അച്ഛനും രവി സാറുമാണ് എൻ്റെ പ്രചോദനം. അവരാണ് എൻ്റെ. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇത് അറിയാനിടയായത്. SP ബാലസുബ്രഹ്മണ്യം അല്ലേ? ആർക്കൊക്കെ വേണ്ടി എന്നല്ല, ഈ സംഗീതം ചെയ്ത് ഞാൻ 2010 എൻ്റെ ഒരു ആദ്യത്തെ മലയാള സിനിമ, 4 മലയാള സിനിമയിൽ സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, S ജാനകി, ജയചന്ദ്രൻ, ചിത്ര, സുജാത, MG ശ്രീകുമാർ, ഉണ്ണിമേനോൻ, മധുബാലകൃഷ്ണൻ, ശ്വേത, വിജയ്, മാർക്കോസ്, കെസ്റ്റർ മഞ്ചേരി തുടങ്ങി എൻ്റെ കൂടെ കൂട്ടുകാരായി പഠിച്ച പന്തളം ബാലൻ തുടങ്ങി അങ്ങനെ നിരവധി ആളുകൾ പാടിക്കാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു അനുഗ്രഹമായി. ഒതുങ്ങിക്കൂടി പോയത് ഇത്രയും അനശ്വര ഗായകർ എന്നാണ് പറയാം. അവരുടെ കൂടുതൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ വലിയൊരു ഭാഗ്യം. അതിനെ ഈ സിനിമാ രംഗത്തായാലും ഒരു പാട്ട് മുൻപോട്ട് വരണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിലിപ്പോൾ ഒരു സിനിമയിൽ ഞാനൊരു പാട്ട് ചെയ്ത് ദാസേട്ടൻ പാടിയ പാട്ട് ഹിറ്റ് ആകേണ്ടതാണ്. പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷനും അതിനകത്ത് സിനിമ വിജയിച്ചില്ലെങ്കിൽ പാട്ടും വിജയിക്കാൻ സാധ്യത കുറവാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പം ഞാനിപ്പോൾ SPB സാറിനെ പാടിച്ച പാട്ട് ഡിസ്ട്രിബ്യൂഷൻ നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കാം ആളുകളിൽ എത്താൻ കഴിയാത്തത്. ഇപ്പം ഞാൻ ഈ ചെയ്ത പാട്ടുകളൊക്കെ ജനങ്ങളിൽ എത്തിയാൽ ഒരുപക്ഷെ ജനങ്ങളത് സ്വീകരിക്കുമായിരുന്നു. നമുക്കറിയാവുന്ന പല മലയാള സിനിമകളുടെയും ഗാനങ്ങൾ എനിക്ക് വേണം പറയാം, പൊട്ട ഗാനങ്ങളുണ്ട്. ഇത്തരം പൊട്ട ഗാനങ്ങൾ പക്ഷേ ഹിറ്റായി മാറുന്ന സിനിമയുടെ ഒരു വിജയം കൊണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാട്ടായാലും ഒരു കലാരൂപം അത് ഹിറ്റ് ആകണമെങ്കിൽ അത് ജനഹൃദയങ്ങളിൽ എത്തപ്പെടുക ഒരു വിതരണ കമ്പനി അല്ലെ, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. പക്ഷേ അതിന്റെ പ്രധാന മാധ്യമം സിനിമ തന്നെയാണ്. സിനിമയിലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ തന്നെ അതിന്റെ പല പടം കൂടുതൽ ഓടിയിട്ടില്ല. അതാണ് അതിനകത്തൊരു പോരായ്മ എന്ന് പറയുന്നത്. വേണ്ട രീതിക്ക് ആ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റിയോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലൊക്കെ അത് പോകാതെ വന്നതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകൾ. ഞാൻ ആ ചെയ്ത 2010 ആ പാട്ട് ചെയ്യുമ്പോൾ ദാസേട്ടൻ അന്ന് 2 പാട്ട് അന്ന് ആ വർഷത്തിൽ പാടിയതായിട്ടുള്ളതാണ് എനിക്കന്ന് അറിയാൻ കഴിഞ്ഞത്. ഒന്ന് M ജയചന്ദ്രൻ സംഗീതം ചെയ്ത ഒരു സിനിമയിലെ പാട്ടും, ഒന്ന് ഞാൻ സംഗീതം ചെയ്ത ഞാൻ സഞ്ചാരി എന്ന മലയാള സിനിമയിലെ ഒരു ഗാനം, 2 പാട്ട് ദാസേട്ടൻ പാടിയിട്ടുള്ളൂ. അതൊക്കെ പ്രിൻ്റ് ചെയ്ത് വന്ന പുസ്തകങ്ങളിലുമൊക്കെ ആ പാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് വേണ്ട രീതിയിൽ അത് ജനഹൃദയങ്ങളിൽ എത്താൻ കഴിയാതെ പോയത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതാണ് ഒരു പബ്ലിസിറ്റിയുടെ കുറവാണ്. അല്ലേ, ഇനിയിപ്പോൾ പബ്ലിസിറ്റിയിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു ഭാഗ്യം നൽകണം. തീർച്ചയായിട്ടും എനിക്ക് അത് മാത്രം അതുല്യ പ്രതിഭകൾക്കൊപ്പം
ഒരു മ്യൂസിക് കമ്പോസ് അല്ലേ? എൻ്റെ Composer ഏറ്റവും ആകാന്നുള്ള വലിയൊരു എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം ഇവരെയൊക്കെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ കിട്ടിയത് നടന്നതാണ് വലിയൊരു ഭാഗ്യം. അല്ല, പല പ്രമുഖ ഗായകരും പറഞ്ഞിട്ടുണ്ട് SPB കൂടെ ഒന്നും പാടാൻ പറ്റിയിട്ടില്ല എന്ന്. തീർച്ചയായും നാദർഷയൊക്കെയാണ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം SPB സാറ് നിര്യാണപ്പെട്ടതിന് ശേഷം നാദർഷ ഒരു TV ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വീട്ടിലിരുന്ന് TV യിൽ വാർത്ത കാണുമ്പം ഞാൻ തന്നെ ഓർത്തു, അപ്പോൾ എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായല്ലോ അതിൽ. സത്യം ശിവ